സ്വാഗതം ആശംസിക്കുന്നതിനായി ബത്തേരി രൂപതയുടെ മുഖ്യ വികാരിയുണ്ട് വന്ധ്യ മോൺസിനോ സെബാസ്റ്റ്യൻ കീപ്പള്ളി കോർ എപ്പിസ്കോപ്പിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബത്തേരി രൂപതാധ്യക്ഷൻ അഭിനന്ദ ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപ്പോലീത്ത, അസംഷൻ ഇടവകയുടെ വികാരി വന്ധ്യ തോമസ് അച്ചൻ, ഭൂമല ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട പോൾ ആൻഡ്രൂസ് അച്ചൻ, ബഹുമാനപ്പെട്ട വൈദിക സഹോദരരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ബത്തേരിയിലെ ക്രൈസ്തവ സമൂഹം, വിശേഷിച്ചും ഇവിടുത്തെ കത്തോലിക്ക സഭയുടെ ആത്മീക നേതൃത്വത്തിൽ ഈ ഭദ്രാസന ദേവാലയത്തിൽ നിന്ന് ആരംഭം കുറിക്കുന്ന മൂന്നാമത് കുരിശിന്റെ വഴിക്ക് നമ്മൾ സാക്ഷികളാവുകയാണ്. ദൈവത്തിൻ്റെ വലിയ പരിപാലനയാൽ കഴിഞ്ഞ 2 വർഷങ്ങളിലും അനുഗ്രഹപ്രദമായ നിലയിൽ ഈ കുരിശിന്റെ വഴി നമുക്ക് പൂർത്തീകരിക്കുവാൻ ദൈവം ഇടയാക്കി. നമ്മളുടെ പ്രാർത്ഥനകളെയും നമ്മുടെ നിയോഗങ്ങളെയും സ്വർഗസ്ഥനായ ദൈവം സ്വീകരിച്ച് അനുഗ്രഹത്തോടുകൂടെ നമ്മെ വഴി നടത്തിയ ആ നല്ല ദിനങ്ങളെ നമുക്ക് നന്ദിയോടുകൂടെ ഓർക്കാം. ഇന്ന് ഈ വർഷം ഈ ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥനാപൂർവം കുരിശിന്റെ വഴിയുടെ യാത്ര നമ്മൾ ആരംഭിക്കുമ്പോൾ ഈ മഹനീയമായ ദിവസത്തിന്റെ നല്ല സന്ദേശം നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഈ കുരിശ് യാത്രയ്ക്ക് വേണ്ട രൂപവും ഭാവവും നൽകിയ ബത്തേരി രൂപതാധ്യക്ഷൻ അഭിനന്ദ ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ടാണ്. അഭിനന്ദ പിതാവ് ഇപ്പോൾ ഈ കുരിശ് യാത്രയുടെ അനുഗ്രഹീതമായ സന്ദേശം നമ്മൾക്ക് നൽകുന്നതാണ്. ഏറ്റവും സ്നേഹത്തോടുകൂടെ അഭിനന്ദ പിതാവിനെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ കുരിശ് യാത്രയുടെ നടത്തിപ്പിന്റെ കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് ബത്തേരി വൈദിക ജില്ലയുടെ വികാരി ബഹുമാനപ്പെട്ട ജേക്കബ് ഉറവയ്ക്കലച്ചനും, അസംഷൻ ഫൊറോന ഇടവകയുടെ വികാരി ബഹുമാനായ തോമസ് അച്ചനും, പൂമല ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട പോൾ ആൻഡ്രൂസ് അച്ചനും, ഈ വൈദികരോട് ചേർന്ന് ഈ പ്രദേശത്തുള്ള വിവിധ ഇടവകളിൽ അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിക്കുന്ന പ്രിയപ്പെട്ട വൈദിക സഹോദരരും ഇടവക കമ്മിറ്റി അംഗങ്ങളുടെയും സംയുക്തമായ കൂട്ടായ്മയിലാണ് ഈ കുരിശിന്റെ യാത്ര നമ്മൾ വിഭാവനം ചെയ്തതും ഇത് ആസൂത്രണം ചെയ്തതും. സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വൈദികരെയും സന്യസ്തരെയും വിവിധ ഇടവകളിലെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന കമ്മിറ്റി അംഗങ്ങളെയും ഏറ്റവും പ്രത്യേകിച്ചും ഇന്ന് ഈ കുരിശ് യാത്രയിൽ പങ്കാളികളാകുവാൻ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനത്തെ ഏവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് ആമുഖ സന്ദേശം നൽകുന്നതിനായി അഭിനന്ദ ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപ്പോലീത്ത തിരുമനസിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ബത്തേരി രൂപതയുടെ മുഖ്യ വികാരി ജനറാളും ഈ ദേവാലയത്തിൻ്റെ വികാരിയുമായ സെബാസ്റ്റ്യൻ കീപ്പള്ളി കോർ എപ്പിസ്കോപ്പ, നമ്മുടെ അസംഷൻ ദേവാലയത്തിൻ്റെ വികാരിയും റോന വികാരിയുമായ ബഹുമാനപ്പെട്ട തോമസ് മണക്കുന്നേലച്ചൻ, പള്ളി ക്രോസ് ദേവാലയത്തിൻ്റെ വികാരി ബഹുമാനപ്പെട്ട പോളച്ചൻ, ബത്തേരി വൈദിക ജില്ലയുടെ വികാരിയും ജില്ലയുടെ സംഘാടകനുമായ ബഹുമാനപ്പെട്ട ജേക്കബ് ഉറവയ്ക്കലച്ചൻ, സന്നിഹിതരായിരിക്കുന്ന വൈദിക സഹോദരങ്ങളെ, സിസ്റ്റേഴ്സ്, ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും പകുതി നോയമ്പ് കഴിഞ്ഞ് 40ാം വെള്ളിയാഴ്ച പിന്നിട്ട് യേശു ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ പീഡാനുഭവത്തെയും കുരിശുമരണത്തെയും ഉത്ഥാനത്തെയെല്ലാം പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണിത്. യേശുവിൻ്റെ പീഡാനുഭവം ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച്
നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ നടത്തുന്നതായ ഈ കുരിശിൻ്റെ വഴി യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കുന്നതിൻ്റെ ആ വിശ്വാസത്തിൻ്റെ മഹനീയമായ കുരിശിലെ മരണത്തിൻ്റെ കുരിശിലൂടെ കടന്നു വന്ന രക്ഷയുടെ വലിയ അനുഭവം നമ്മൾ സ്വന്തമാക്കുന്നതായിട്ടുള്ള അവസരമാണ് ഈ കുരിശിൻ്റെ വഴി എന്ന് പറയുന്നത്. നമുക്ക് വിശ്വാസത്തിൻ്റെ നന്മ ഇവിടെ എത്തിച്ചു തന്ന നമ്മളുടെ പിതാവായ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ നാമധേയത്തിലുള്ള ഈ ദേവാലയത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ബത്തേരി പട്ടണത്തിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സാന്നിധ്യം അറിയിക്കുന്ന അസംഷൻ ദേവാലയത്തിൻ്റെ മുന്നിലൂടെ യേശു ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ പ്രത്യേക സാന്നിധ്യം, കുരിശിൽ മരിച്ച യേശുവിൻ്റെ ആ കുരിശിൻ്റെ വിശുദ്ധ ഭാഗം അടങ്ങിയിരിക്കുന്ന ഹോളി ക്രോസ് ദേവാലയത്തിലേക്ക് നമ്മൾ കുരിശുമേന്തിക്കൊണ്ട് കടന്നു ചെല്ലുമ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മഹത്വം നമ്മൾ പ്രഘോഷിക്കുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയം നമ്മൾ ആഘോഷിക്കുകയാണ്. നാം നല്ല ഒരു പ്രാർത്ഥനയുടെ യാത്ര നടത്തുകയാണ്. കർത്താവ് പറഞ്ഞു, എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. യേശു മറ്റൊരു അവസരത്തിൽ പറഞ്ഞു, ഞാൻ കുരിശിൽ ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കുമെന്ന്. ഈ ഒരു കുരിശ് നമ്മെല്ലാവരെയും ദൈവത്തിലേക്ക് ആകർഷിക്കുന്ന സ്നേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു സാക്ഷ്യമാണ്. കർത്താവ് കുരിശുമെടുത്തുകൊണ്ട് ഗോകുൽത്തായിലേക്ക് പോയത് നമുക്കറിയാവുന്ന പോലെ നമ്മുടെ എല്ലാം വീണ്ടെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ്. അമേരിക്കയിൽ നോർത്ത് കരോളിനയിൽ വെർജീനിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മലയുടെ മുകളിൽ 3 കുരിശുകൾ അവിടെ പണിതുയർത്തിയിട്ടുണ്ട്. ആ 3 കുരിശിലും ഓരോ വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ കുരിശിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡൈഡ് ഇൻ സിൻ, പാപത്തിന് മരിച്ചു എന്നാണ്. രണ്ടാമത്തെ കുരിശിൽ എഴുതപ്പെട്ടിരിക്കുന്നത് ഡൈഡ് ഫോർ സിൻ, പാപത്തിന് വേണ്ടി മരിച്ചുവെന്നാണ്. മൂന്നാമത്തെ കുരിശിൽ എഴുതപ്പെട്ടിരിക്കുന്നത് ഡൈഡ് ടു സിൻ എന്നാണ്, പാപത്തിന് മരിച്ചുവെന്നാണ്. ഈ 3 കുരിശുകളും ഗോകുൽത്തായിൽ ഉയർത്തിയ 3 കുരിശിൻ്റെ പ്രതീകമാണ്. യേശുവിൻ്റെ ഇടത്തുഭാഗത്ത് കുരിശിൽ മരിച്ച കള്ളൻ പാപത്തിൽ മരിച്ചതിൻ്റെ അടയാളമായിട്ടാണ് ഡൈഡ് ഇൻ സിൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ പാപത്തിൽ മരിച്ച് ഉദ്ധാരം ചെയ്യുവാൻ പ്രത്യേകം വിളിക്കപ്പെട്ടവരാണ്. രണ്ടാമത്തെ കുരിശിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഡൈഡ് ഫോർ സിൻ എന്നാണ്. കർത്താവായ യേശു ക്രിസ്തു 2 കള്ളന്മാരുടെ മധ്യേ പാപികൾക്ക് വേണ്ടി മരിച്ച കുരിശിൻ്റെ അനുസ്മരണയാണ്. ആ കുരിശിനെ സംബന്ധിച്ചാണ് പറയുന്നത്, ഇത് വീണ്ടെടുപ്പിൻ്റെ കുരിശാണ്. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ കുരിശാണ്. അത് നമ്മുടെ സഹനത്തിൻ്റെ അടയാളമാണ്, പ്രത്യാശയുടെ കുരിശാണ് എന്നൊക്കെ പറയും. മൂന്നാമത്തെ കുരിശ് എന്ന് പറയുന്നത് ഡൈഡ് ടു സിൻ, പാപത്തിൽ മരിച്ചുവെങ്കിലും കർത്താവിൻ്റെ കൃപ കൊണ്ട് നമുക്കറിയാവുന്ന പോലെ രക്ഷിക്കപ്പെട്ട നല്ല കള്ളൻ്റെ കുരിശിൻ്റെ അനുസ്മരണയാണ്. ഈ ദിവസങ്ങളിൽ ഈ 3 കുരിശുകളും നമ്മുടെ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായിട്ട് സമർപ്പിക്കുന്നത് നമ്മളുടെ വിശുദ്ധീകരണത്തിനും നമ്മളുടെ വിശ്വാസത്തിൻ്റെ വീണ്ടെടുപ്പിനും നമ്മളുടെ പ്രത്യാശയ്ക്കുമെല്ലാം കാരണമായിത്തീരും. നമ്മളെ കുരിശിൻ്റെ പാതയിൽ യേശുക്രിസ്തുവിൻ്റെ രക്ഷയുടെ അടയാളമായ കുരിശ് തോളിൽ വഹിച്ചുകൊണ്ട്, സ്നേഹത്തിൻ്റെ അടയാളമായ കുരിശ് കൈകളിൽ വഹിച്ചുകൊണ്ട്, കർത്താവിൻ്റെ മരണത്തിലൂടെ കടന്നു വന്ന ഉത്ഥാനത്തിൻ്റെ പ്രത്യാശയായ കുരിശ് നമ്മൾ വഹിച്ചുകൊണ്ട്
മുന്നോട്ട് പോകുന്ന അവസരത്തിൽ നാം ഓരോരുത്തർക്കും നൽകുന്ന മൗനമായ ഒരു സന്ദേശം ഇതാണ്: ഞങ്ങൾക്ക് ഇതിനാലെ രക്ഷ നൽകിയ കുരിശിനെ ഞങ്ങൾ വന്ദിക്കുന്നു. ഈ കുരിശ് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെയും ക്രിസ്തീയ ജീവിതത്തിൻ്റെയും പ്രത്യാശയുടെയും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളുടെയും രോഗങ്ങളുടെയും പ്രതിസന്ധികളുടെ എല്ലാം അടയാളമായിട്ട് നമ്മളെ കാണുന്നുവെന്ന് നമുക്ക് അറിയാവുന്ന പോലെ ക്രൈസ്തവർക്ക് ഈ കുരിശിൻ്റെ വലിയ പ്രത്യാശ ലഭിച്ചത് AD 313 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഈ കുരിശിൻ്റെ പടം ഒരു പതാകയിൽ ഉയർത്തി യുദ്ധം ചെയ്യുവാൻ പോവുകയും അദ്ദേഹം യുദ്ധത്തിൽ വിജയിക്കുകയും അങ്ങനെ ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് ഞങ്ങൾക്കതിനാലെ രക്ഷയുണ്ടായി. ഞങ്ങൾ കുരിശിനെ മഹത്വപ്പെടുത്തുന്നു, ബഹുമാനിക്കുന്നുള്ള വലിയൊരു വിജയ ആഘോഷമാണ് ഈ കുരിശിൻ്റെ ചരിത്രത്തോട് ചേർന്ന് കിടക്കുന്നു. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോട്, ദൈവ സ്നേഹത്തോട്, അതോടൊപ്പം തന്നെ നമ്മളുടെ സകലവും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും കുരിശിനോട് ചേർത്ത് വെച്ച് ഈ കുരിശിലൂടെ കടന്നു വന്ന വീണ്ടെടുപ്പ് രക്ഷ സ്വർഗത്തോളം നയിക്കുന്ന ഒരു വലിയ വീണ്ടെടുപ്പായി, ഒരു വിജയ പതാകയായി കണ്ടുകൊണ്ട് പ്രാർത്ഥനാപൂർവം നമുക്ക് ഈ ദേവാലയത്തിൽ നിന്ന് നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധ കുരിശിൻ്റെ അംശം സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ പള്ളി ക്രോസ് ദേവാലയത്തിലേക്ക് നമുക്ക് കുരിശുമായി നടന്നെടുക്കാം. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വിവിധ നിയോഗങ്ങൾ ഈ കുരിശിൻ്റെ വഴിയിൽ പങ്കെടുക്കുന്നവർക്ക് കർത്താവ് സാധിച്ചു തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ക്രമീകരിക്കുകയും ഇതിനു വേണ്ടി പ്രയത്നിക്കുകയും ചെയ്ത എല്ലാവരെയും കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്തവനായ കർത്താവ് ധാരാളമായ കൃപ കൊണ്ട് നിറക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ കുരിശിൻ്റെ വഴി ഇവിടുന്ന് സമാരംഭിക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കുരിശിൽ മരിച്ചവനേ, കുരിശാലെ വിജയം വരിച്ചവനേ, മിഴിനീരൊഴുക്കിയങ്ങേ കുരിശിന്റെ വഴിയേ വരുന്നു ഞങ്ങൾ. ലോകൈകനാഥാനി ശിഷ്യനായി തീരുവാൻ ആശിപ്പോനെന്നുമെന്നും കുരിശു വഹിച്ചു നിൻ കാൽപ്പാടു പിഞ്ചെല്ലാം കൽപ്പിച്ച നായകാ, നിന്റെ രക്തത്താലൻ പാപമാലിന്യം കഴുകേണമേ ലോകനാഥാ. പ്രാരംഭ പ്രാർത്ഥന. നിത്യനായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. പാപികളായ മനുഷ്യർക്കു വേണ്ടി ജീവൻ ബലികഴിക്കുവാൻ തിരുമനസ്സായ കർത്താവേ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. സ്നേഹിതനു വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. പീലാത്തോസിന്റെ ഭവനം മുതൽ ഗാഗുൽത്താ വരെ കുരിശും വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു. കണ്ണുനീരിൻ്റെയും രക്തത്തിൻ്റെയും ആ വഴിയിൽ കൂടി വ്യാകുലയായ മാതാവിൻ്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങേ അനുഗമിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിലിടുങ്ങിയതുമാണെന്ന് ഞങ്ങളെ അറിയിച്ച കർത്താവേ, ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. മരണത്തിനായി വിധിച്ചു കരയറ്റ ദൈവത്തിൻ കുഞ്ഞാടിനെ, അപരാധിയായി വിധിച്ചു കൽമഷം കലരാത്ത കർത്താവിനെ.
പരിശുദ്ധനായ നിന്നിൽ കൈവല്യദാതാവിൻ കാരുണ്യം കൈക്കൊണ്ടു കഥനത്തിലാഴ്ത്തി നിന്നേ അവസാന വിധിയിൽ നീ അലിവാർന്നു ഞങ്ങൾക്ക് അരുളേണമേ നാഗഭാഗ്യം. ഒന്നാം സ്ഥലം. ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിനുള്ള ബലി ആരംഭിച്ചു കഴിഞ്ഞു. ഈശോ പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുന്നു. അവിടുത്തെ ഒന്ന് നോക്കുക. ചമ്മട്ടിയടിയേറ്റ ശരീരം, രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ, തലയിൽ മുൾമുടി, ഉറക്കമൊഴിഞ്ഞ കണ്ണുകൾ, ക്ഷീണത്താൽ വിറയ്ക്കുന്ന കൈകാലുകൾ, ദാഹിച്ചു വരണ്ട നാവ്, ഉണങ്ങിയ ചുണ്ടുകൾ. പീലാത്തോസ് വിധിവാചകം ഉച്ചരിക്കുന്നു. കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു. എങ്കിലും അവിടുന്ന് എല്ലാം നിശബ്ദനായി സഹിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ. എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങയെപ്പോലെ സമചിത്തനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അവരുടെ ഉദ്ദേശത്തെപ്പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുള്ളവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കുരിശു ചുമന്നിടുന്നു, ലോകത്തിൻ വിനകൾ ചുമന്നിടുന്നു. നീങ്ങുന്നു ദിവ്യനാഥൻ, നിന്ദനം നിറയും നീരത്തിലൂടെ. ജനമേ ചൊൽക, ഞാനെന്തു ചെയ്തു കുരിശിന്റെ തോളിലേറ്റാം. തുളുമ്പുന്ന നാട്ടിൽ ഞാൻ നിങ്ങളെ ആശയോടാനയിച്ചു. എന്തേതും നിങ്ങളെല്ലാം മറന്നെന്റെ ആത്മാവിനാദംഗമേറ്റി. രണ്ടാം സ്ഥലം. ഈശോ മിശിഹ കുരിശു ചുമക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് അവിടുന്ന് മുന്നോട്ട് നീങ്ങുന്നു. ഈശോയുടെ ചുറ്റും നോക്കുക. സ്നേഹിതന്മാർ ആരുമില്ല. യൂദാസ് അവിടുത്തെ ഒറ്റിക്കൊടുത്തു. പത്രോസ് അവിടുത്തെ പരിത്യജിച്ചു. മറ്റു ശിഷ്യന്മാർ ഓടി ഒളിച്ചു. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ കണ്ടവരും അവയുടെ ഫലമനുഭവിച്ചവരും ഇപ്പോൾ എവിടെ? ഓശാന പാടി എതിരേറ്റവരും ഇന്ന് നിശബ്ദരായിരിക്കുന്നു. ഈശോയെ സഹായിക്കുവാനോ ഒരാശ്വാസവാക്ക് പറയുവാനോ അവിടെ ആരുമില്ല. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച്
തൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. എൻ്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശു ചുമന്നുകൊണ്ട് ഞാൻ അങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു. വലയുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവേ, എൻ്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കുരിശിൻ കനത്ത ഭാരം താങ്ങുവാൻ കഴിയാതെ ലോകനാഥൻ പാദങ്ങൾ പതറി വീണു. കല്ലുകൾ നിറയും പേരുവഴിയിൽ പാദം കല്ലിന്മേൽ തട്ടി മുറിഞ്ഞു. ചെന്നിടം വാർന്നൊഴുകി. വാനവരില്ല വാനവരില്ല താങ്ങി തുളച്ചിടുവാൻ. അനുതാപമൂറുന്ന ചുടുകണ്ണുനീർ തൂകി അണയുന്നു മുന്നിൽ ഞങ്ങൾ. മൂന്നാം സ്ഥലം. ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കല്ലുകൾ നിറഞ്ഞ വഴി, ഭാരമുള്ള കുരിശ്, ക്ഷീണിച്ച ശരീരം, വിറയ്ക്കുന്ന കാലുകൾ. അവിടുന്ന് മുഖം കുത്തി നിലത്ത് വീഴുന്നു. മുട്ടുകൾ പൊട്ടി രക്തമൊലിക്കുന്നു. യൂതന്മാർ അവിടുത്തെ പരിഹസിക്കുന്നു. പട്ടാളക്കാർ അടിക്കുന്നു. ജനക്കൂട്ടം ആർപ്പ് വിളിക്കുന്നു. അവിടുന്ന് മിണ്ടുന്നില്ല. ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് കെണികൾ വെച്ചു. ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി. എന്നെ അറിയുന്നവർ ആരുമില്ല. ഓടി ഒളിക്കുവാൻ ഇടമില്ല. എന്നെ രക്ഷിക്കുവാൻ ആളുമില്ല. അവിടുന്ന് നമ്മുടെ ഭാരം ചുമക്കുന്നു. നമുക്ക് വേണ്ടി അവിടുന്ന് സഹിച്ചു. കർത്താവേ, ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട്. പലപ്പോഴും കുരിശോടുകൂടി ഞാനും നിലത്ത് വീണു പോകുന്നു. മറ്റുള്ളവർ അത് കണ്ട് പരിഹസിക്കുകയും എൻ്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട്. കർത്താവേ, എനിക്ക് വീഴ്ചകളുണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. കുരിശു വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ.
വഴിയിൽ കരഞ്ഞു വന്നു രമ്മയിൽ തനയൻ തിരിഞ്ഞു നോക്കി സ്വർഗീയ കാന്തി ചിന്തും മിഴികളിൽ പൂരമ്പു താനിറങ്ങി ആരോട് നിന്നെ ഞാൻ സാമ്യപ്പെടുത്തും കഥനപ്പേരും കടലേ ആരറിഞ്ഞാഴത്തിൽ അലതള്ളി നിൽക്കുന്ന നിന്മനോവേദന നിൻ കണ്ണുനീരാ കഴുകേണ നിന്നെ പതിയുന്ന മാലിന്യമല്ല ഉച്ചവെയിലിൽ പൊരിഞ്ഞു ദുസ്സഹ മർദ്ദനത്താൽ വലഞ്ഞു ദേഹം തളർന്നു താണു രക്ഷകൻ വീണ്ടും നീലത്തു വീണു ലോകപാപങ്ങളാണങ്ങയെ വീഴിച്ച് വേദനിപ്പിച്ച ദൈവം ഭാരം നിറഞ്ഞോര ക്രൂശു നിർമ്മിച്ചത് പാപങ്ങൾ തന്നെയല്ലോ പാപം കലർന്നങ്ങേ പാദം പുണർന്നു ഞാൻ വീഴുന്നു തനിയേണമേ. ഏഴാം സ്ഥലം. ഈശോ മിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോ ബലഹീനനായി വീണ്ടും നിലത്ത് വീഴുന്നു. മുറിവുകളിൽ നിന്ന് രക്തമൊഴുകുന്നു. ശരീരമാകെ വേദനിക്കുന്നു. ഞാൻ പൂഴിയിൽ വീണുപോയി. എൻ്റെ ആത്മാവ് ദുഃഖിച്ചു തളർന്നു. ചുറ്റുമുള്ളവർ പരിഹസിക്കുന്നു. അവിടുന്ന് അതൊന്നും ഗണ്യമാക്കുന്നില്ല. എൻ്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ലാതെ അവിടുന്ന് മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. മനുഷ്യപാപങ്ങളുടെ ഭാരമെല്ലാം ചുമന്ന മിശിഹായെ, അങ്ങയെ ആശ്വസിപ്പിക്കുവാനായി ഞങ്ങൾ അങ്ങയെ സമീപിക്കുന്നു. അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ ശക്തിയില്ല. ജീവിതത്തിൻ്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു. അങ്ങേ തൃക്കൈ നീട്ടി ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപേണ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. മുസ്ലിമിൻ പുത്രിമാരെ, നിങ്ങളും പിന്നെയോർത്തിന്തിനേവം കരയുന്നു. നിങ്ങളെയും സുവരെയും ഓർത്തോർത്തു കേൾക്കൊള്ളുവിൻ. വേദന തിങ്ങുന്ന കാലം വരുന്നു, കണ്ണീരണിഞ്ഞ കാലം.
മലകളെ ഞങ്ങളെ മൂടുവിൻ വേഗം ആരവം കേൾക്കുമെന്നും കരൾ നൊന്ത് കരയുന്ന നാരീഗണത്തിലും നാഥൻ സമാശ്വാസമേകി. എട്ടാം സ്ഥലം ഈശോ മിശിഹ ഓർശലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഓർശലത്തിന്റെ തെരുവുകൾ ശബ്ദായമാനമായി. പതിവില്ലാത്ത ബഹളം കേട്ട് സ്ത്രീജനങ്ങൾ വഴിയിലേക്ക് വരുന്നു. അവർക്ക് സുപരിചിതനായ ഈശോ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്നു. അവിടുത്തെ പേരിൽ അവർക്ക് അനുകമ്പ തോന്നി. ഓശാന ഞായറാഴ്ചത്തെ ഘോഷയാത്ര അവരുടെ ഓർമ്മയിൽ വന്നു. സൈത്യൻ കൊമ്പുകളും ജൈവിളികളും. അവർ കണ്ണുനീർ വാർത്ത് കരഞ്ഞു. അവരുടെ സഹതാപ പ്രകടനം അവിടുത്തെ ആശ്വസിപ്പിച്ചു. അവിടുന്ന് അവരോട് പറയുന്നു, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഓർശലേം ആക്രമിക്കപ്പെടും. അവരും അവരുടെ കുട്ടികളും പട്ടിണി കിടന്ന് മരിക്കും. ആ സംഭവം അവിടുന്ന് പ്രവചിക്കുകയായിരുന്നു. അവിടുന്ന് സ്വയം മറന്ന് അവരെ ആശ്വസിപ്പിക്കുന്നു. എളിയവരുടെ സങ്കേതമായ കർത്താവേ, ഞെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ, അങ്ങേ ദാരുണമായ പീഡകളോർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. അവയ്ക്ക് കാരണമായ ഞങ്ങളുടെ പാപങ്ങളോർത്ത് കരയുവാനും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കൈകാലുകൾ കുഴഞ്ഞു, നാഥന്റെ തിരുമൈ തളർന്നുലഞ്ഞു. കുരിശുമായി മൂന്നാമതും കുഴി വീഴുന്നു ദൈവപുത്രൻ. മെഴുകുപോലെന്നോടെ ഹൃദയമുരുകി, കണ്ടം വരണ്ടുടങ്ങി. കാണുപോയി നാവന്റെ ദേഹം നുറുങ്ങി, മരണം പറന്നിറങ്ങി. വളരുന്ന ദുഃഖങ്ങൾ തളരുന്നു പൂമേനി, ഉരുകുന്നു കരളിന്റെ ഉള്ളം. ഒൻപതാം സ്ഥലം ഈശോ മൂന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. മുന്നോട്ട് നീങ്ങുവാൻ അവിടുത്തേക്ക് ഇനി ശക്തിയില്ല. രക്തമെല്ലാം തീരാറായി. തല കറങ്ങുന്നു, ശരീരം വിറയ്ക്കുന്നു. അവിടുന്നതാ നിലം പതിക്കുന്നു. സ്വയം എഴുന്നേൽക്കുവാൻ ശക്തിയില്ല. ശത്രുക്കൾ അവിടുത്തെ വലിച്ചെഴുന്നേൽപ്പിക്കുന്നു. ബലി പൂർത്തിയാകുവാൻ ഇനി വളരെ സമയമില്ല. അവിടുന്ന് നടക്കുവാൻ ശ്രമിക്കുന്നു. നീ പീഡിപ്പിക്കുന്ന ഈശോയാകുന്നു ഞാൻ എന്ന് ശാവോലിനോട് അരുളി ചെയ്ത വാക്കുകൾ ഇപ്പോൾ നമ്മെ നോക്കി അവിടുന്ന് ആവർത്തിക്കുന്നു. ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവേ, അങ്ങേ പീഡകളുടെ മുമ്പിൽ എൻ്റെ വേദനകൾ എത്ര നിസ്സാരമാകുന്നു. എങ്കിലും ജീവിതഭാരം നിമിത്തം
ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു. പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു വേദന തീരും മുമ്പ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു. ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങേയോർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ. എന്തെന്നാൽ എൻ്റെ ജീവിതം ഇനി എത്ര നീളുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം അടുത്തു വരികയാണല്ലോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. വിലാപയാത്ര കാൽവരി കുന്നിൻ മുകൾ പരത്തി നാഥന്റെ വസ്ത്രമെല്ലാം ശത്രുക്കളൊന്നായൊരിഞ്ഞു നീക്കേ. വൈരികൾ തിങ്ങി വരുന്നെന്റെ ചുറ്റിലും ഘോരമാം ഗർജ്ജനങ്ങൾ ഭാഗിച്ചെടുത്തന്റെ വസ്ത്രങ്ങളെല്ലാം പാപികൾ വൈരികൾ. നാഥാവിശുദ്ധീത തൂവെള്ള വസ്ത്രങ്ങൾ കനിവാർന്നു ചാർത്തേണമെന്നേ. 10-ാം സ്ഥലം ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഗാഗുൽത്തായിലെത്തിയപ്പോൾ അവർ അവിടുത്തേക്ക് മീറ കലർത്തിയ വീഞ്ഞു കൊടുത്തു. എന്നാൽ അവിടുന്ന് അത് സ്വീകരിച്ചില്ല. അവിടുത്തെ വസ്ത്രങ്ങൾ 4 ഭാഗിച്ച് ഓരോരുത്തർ ഓരോ ഭാഗം എടുക്കുകയും ചെയ്തു. മേലങ്കി തയ്യൽ കൂടാതെ നെയ്യപ്പെട്ടതായിരുന്നു. അതാർക്ക് ലഭിക്കണമെന്ന് ചിട്ടയിട്ട് തീരുമാനിക്കാം എന്നവർ പരസ്പരം പറഞ്ഞു. എൻ്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു, എൻ്റെ മേലങ്കിക്ക് വേണ്ടി അവർ ചിട്ടയിട്ടു എന്നുള്ള തിരുവെഴുത്ത് അങ്ങനെ അന്വർത്ഥമായി. രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ ഒരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസ്സഹമായ വേദന അനുഭവിച്ച മിശിഹായെ, പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞുമാറ്റി അങ്ങയെ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കുരിശിൽ കിടത്തിയിടുന്നു നാഥന്റെ കൈകാൽ തറച്ചിടുന്നു. മർത്യനു രക്ഷ നൽകാൻ എത്തിയ ദിവ്യമാം കൈകാൽ
ചേതന നിലയറ്റ നീർക്കയം മരണം പരത്തിയോരിരുളിൽ കുടുങ്ങി ഞാൻ ഭയമെന്നെ ഒന്നാൻ വിടുങ്ങി. 11-ാം സ്ഥലം ഈശോ മിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോയെ കുരിശിൽ കിടത്തി കൈകളിലും കാലുകളിലും അവർ ആണി തറയ്ക്കുന്നു. ആണിപ്പഴുതുകളിലേക്ക് കൈകാലുകൾ വച്ചു നീട്ടുന്നു. ഉഗ്രമായ വേദന, മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയാത്ത വിധം ദുസ്സഹമായ പീഡകൾ. എങ്കിലും അവിടുത്തെ അധരങ്ങളിൽ പരാതിയില്ല, കണ്ണുകളിൽ നൈരാശ്യമില്ല. പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. ലോകരക്ഷകനായ കർത്താവെ, സ്നേഹത്തിൻ്റെ പുതിയ സന്ദേശവുമായി വന്ന അങ്ങയെ ലോകം കുരിശിൽ തറച്ചു. അങ്ങ് ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അങ്ങയെ ദ്വേഷിച്ചു. യജമാനനേക്കാൾ വലിയ ഭൃത്യനില്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങയോടുകൂടെ കുരിശിൽ തറയ്ക്കപ്പെടുവാനും ലോകത്തിന് മരിച്ച് അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കുരിശിൽ കിടന്നു ജീവൻ തിരിയുന്നു ഭുവനൈകനാഥനീശോ. സൂര്യൻ മറഞ്ഞിരുന്നു, നാടെങ്ങും അന്ധകാരം നിറഞ്ഞു. മൈകൾ കുറങ്ങുവാനളയുണ്ടു, പറവയ്ക്കു കൂടുണ്ടു പാർക്കുവാൻ. നരപുത്രനൂഴിൽ തലയൊന്നു ചായ്ക്കുവാൻ ഇടമില്ലൊരിടവും. പുൽക്കൂട് തൊട്ടങ്ങി പുൽകുന്ന ദാരിദ്ര്യം കുരിശോളം കൂട്ടാൻ വന്നു. 12-ാം സ്ഥലം ഈശോ മിശിഹ കുരിശന്മേൽ തൂങ്ങി മരിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. 2 കള്ളന്മാരുടെ നടുവിൽ അവിടുത്തെ അവർ കുരിശിൽ തറച്ചു. കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല കള്ളനെ ആശ്വസിപ്പിക്കുന്നു. മാതാവും മറ്റു സ്ത്രീകളും കരഞ്ഞുകൊണ്ട് കുരിശിന് താഴെ നിന്നിരുന്നു. ഇതാ നിന്റെ മകൻ എന്നമ്മയോടും ഇതാ നിന്റെ അമ്മ എന്ന് യോഹന്നാനോടും അവിടുന്ന് അരുൾ ചെയ്തു. 12 മണി സമയമായിരുന്നു. എൻ്റെ പിതാവേ, അങ്ങേ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നരുളി ചെയ്ത് അവിടുന്ന് മരിച്ചു. പെട്ടെന്ന് സൂര്യൻ ഇരുണ്ടു. 3 മണിവരെ ഭൂമിയിലെങ്ങും അന്ധകാരമായിരുന്നു. ദേവാലയത്തിലെ തിരശ്ശീല നടുവേ കീറിപ്പോയി. ഭൂമി ഇളകി, പാറകൾ പിളർന്നു, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. ശതാധിപൻ ഇതെല്ലാം കണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നുവെന്ന് വിളിച്ചു പറഞ്ഞു. കണ്ടു നിന്നിരുന്നവർ മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി.
എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട്. അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകുന്നു. കർത്താവെ, അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു. അങ്ങേ ദഹനബലി അങ്ങ് പൂർത്തിയാക്കി. എൻ്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും. ഞാനും ഒരു ദിവസം മരിക്കും. അന്ന് അങ്ങയെപ്പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ. എൻ്റെ പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി. ആകയാൽ അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ലോകത്തിലാഞ്ഞു വീശി സത്യമാം നാഗത്തിൻ ദിവ്യകാന്തി, സ്നേഹം തിരഞ്ഞിറങ്ങി പാവന സ്നേഹപ്രകാശതാരം. സ്നേഹത്തിടമ്പേനെ നിർത്തയം ക്രൂശിലേറ്റി, നന്ദിയില്ലാത്തവർ ചിന്തയില്ലാത്തവർ നാഥാ പൊറുക്കേണമേ. നിൻ പീഡയോർത്തോർത്തു കണ്ണീരൊഴുക്കുവ നൽകേണമേ നിൻ വരങ്ങൾ. നീതിമാനായ പിതാവേ, അങ്ങയെ ജനിപ്പിക്കുവാൻ സ്വയം വസ്തുവായി തീർന്ന പ്രിയപുത്രനെ മരണം ധരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുകുമാരൻ കാകുൽത്തായ ചിന്തിയ രക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരു രക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും ഗൗനിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങയെ പ്രസാദിപ്പിക്കാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തൻ്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവിലൂടെ സ്ത്രീകളിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായവർക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും മനസ്താപപ്രകരണം. എൻ്റെ ദൈവമേ, യോഗ്യമായ അങ്ങേക്കെതിരായ പാപം ചെയ്തവരാണ്. പൂർണ്ണതയോടെ ഞാൻ മനസ്സുകയും പാപങ്ങളെ ചെയ്യുന്നു. അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയതിനാൽ സ്വർഗ്ഗത്തെ നഷ്ടപ്പെടുത്തി
നരകത്തിലെ മരണത്തിലേക്ക് ലഭിക്കുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട സഹായത്താൽ പാപസാഹചര്യങ്ങളെ ഉപേക്ഷിക്കുന്നു. പാപം ചെയ്യുമെന്നും ദൃഢമായി പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും പാപം ചെയ്യുക എന്നതിലേക്ക് പ്രിയപ്പെട്ടവരെ, നമ്മൾ സാധാരണയുള്ളതുപോലെ ഒരു സമാപന സന്ദേശം ഇവിടെ ഉണ്ടാകാൻ സംഘാടക സമിതിയുടെ നിർദ്ദേശമായിരുന്നു. നിങ്ങളെല്ലാവരും ഇവിടെ വരുമ്പോഴത്തേക്ക് നന്നായിട്ട് ക്ഷീണിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ വിശുദ്ധ കുരിശിൻ്റെ ഈ കുരിശ് 1974 റോമിൽ ഇറ്റലിയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നതാണ്. ഇവിടെ പ്രവർത്തിക്കുന്ന കാരുണ്യമാതാവിൻ്റെ സിസ്റ്റേഴ്സ് ഇറ്റലിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ യേശുവിനെ കുരിശിൽ തറച്ച അതേ കുരിശിൻ്റെ അംശം ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന് അന്നും ഇതിലൂടെ പരസ്യ വണക്കത്തിനായിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 2 വർഷം, ഇതിപ്പോൾ 3ാമത്തെ വർഷം, സംയുക്ത കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിലൂടെ ഇതൊരു തീർത്ഥാടന കേന്ദ്രമാക്കണമെന്നുള്ളത് ബത്തേരി രൂപതാധ്യക്ഷ അഭിവന്യ ജോസഫ് മാർ തോമസ് പിതാവിൻ്റെ ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് സത്യത്തിൽ ഈ ഒരു കുരിശിൻ്റെ വഴി മുടങ്ങാതെ നടക്കുന്നതിൻ്റെ പിന്നിലെ പ്രേരകശക്തി, അതിൻ്റെ ഹൃദയവും അതിൻ്റെ ഊർജവും അതിൻ്റെ ശക്തിയും ചൈതന്യവും എല്ലാം ബത്തേരി നമ്മുടെ പിതാവാണ്. ഒരുപക്ഷെ പിതാവ് ആ താല്പര്യമൊന്ന് കൈമാറിയാൽ, താല്പര്യം ഇല്ലാതെ വന്നാൽ ഇത് നടക്കത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. പിതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള താല്പര്യമാണ്. അതും പൂമല പള്ളിയിൽ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കണമെന്ന് പിതാവ് പലപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ പിതാവിൻ്റെ ആ സന്മനസ്സിന് അത് ഈ 3 വർഷവും നമ്മളോടൊപ്പം ഈ 5-ത്തിലധികം കിലോമീറ്റർ നടന്ന് വന്ന് നമുക്ക് ഒരു മാതൃകയാണ്. അപ്പം ഈ ഒരു സംയുക്ത കുരിശിൻ്റെ വഴി ഒരു പരിഹാര പ്രദക്ഷിണമായിട്ട് തീർച്ചയായിട്ടും അഭിമന്യ പിതാവിനെയും അതോടൊപ്പം തന്നെ ബത്തേരി രൂപതയുടെ കോർപ്പിസ്കൊപ്പ മൺസിഞ്ഞോർ വികാർ ജനറൽ ഫാദർ സെബാസ്റ്റ്യൻ കീപ്പള്ളി, അതോടൊപ്പം തന്നെ പ്രോട്ടോ വികാർ, ഇതിൻ്റെയൊക്കെ കോർഡിനേറ്ററായിരുന്ന അറവക്കലച്ചനെയും അതിൻ്റെ കൺവീനർ, പബ്ലിസിറ്റി കൺവീനർ ജോർജ് കോടാനൂർ അച്ഛനെയും തോമസ്, മറ്റു ബത്തേരിയുടെ സമയമില്ലാത്തതുകൊണ്ട് എല്ലാ വൈദികരെയും നന്ദിയോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സന്യസ്തരെ സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങളെയും അതോടൊപ്പം തന്നെ ഈ പള്ളിയിലൂടെ എത്തിയ സിസ്റ്റേഴ്സിനെയും നമുക്ക് കഞ്ഞിയൊക്കെ ഒരുക്കുന്ന ബത്തേരി അസംഷൻ ഇടവകയിലെ ടീം അംഗങ്ങളെയും എല്ലാവരെയും നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ പ്രസംഗമൊന്നുമില്ല. ഈ വഴി തിരുശേഷിപ്പ് അത് ഞാൻ തുറന്ന് അഭിമന്യ പിതാവിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. പിതാവ് ആ തിരുശേഷിപ്പ് കൊണ്ട് നമ്മളെല്ലാവരെയും ആശീർവദിക്കും. ഒരു ആശീർവാദ പ്രാർത്ഥന. അതിനുശേഷം നിങ്ങൾ 2 വരിയായിട്ട് വരിക. ഇവിടെ ഒരു വൈദികൻ കുരിയച്ചൻ തിരുശേഷം ഉയർത്തിപ്പിടിക്കും. 2 വരിയായിട്ട് വന്നിട്ട് തൊട്ട് വണങ്ങുക, ചുംബിക്കുകയോ നിങ്ങൾക്ക് വേണമെങ്കിലും ചെയ്യാം. വണങ്ങിയിട്ട് നേർച്ച കാഴ്ചകളൊക്കെ സമർപ്പിക്കുക. നിങ്ങൾ നൽകുന്ന നേർച്ച ഇതിൻ്റെ ചെലവിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും. നമുക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിന്റെ നമ്മെ പരിപാലിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സുപ്രഭാസം എല്ലാവരോടും പ്രത്യേകിച്ച് വെളിപ്പെടുത്ത വ്യക്തികളോടും നമ്മളോടും നമ്മുടെ സഭാകൂട്ടായ്മയോടും ഈ പ്രദേശത്തോടും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുവാനാകണമേ. നമ്മുടെ ജീവിതത്തിലെ ഉപകരണങ്ങളെല്ലാം വഴിയിലൂടെ നമ്മൾ ധ്യാനിച്ച് എന്നാൽ ഈശോയെ കുറിച്ച് കൂടി പറയുമ്പോൾ നമുക്ക് നന്ദി പറയാം. നമ്മൾ നമ്മളെല്ലാം സമർപ്പിച്ചുകൊണ്ട് പഴയ വേഷങ്ങളിലാണ് പുതിയ വേഷം ധരിക്കുവാൻ ഈ കുരിശിന്റെ വഴി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്.
ഒരു താല്പര്യത്തോടുകൂടിയാണ് ഈ വിശുദ്ധ വഴി മൂന്നാമത്തെ വർഷം നടക്കുന്നത്. സന്ദർശിച്ച് എന്നെ അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ സ്വയം പരിസ്ഥിതിച്ച് തന്റെ മനസ്സിൽ പകർച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ എത്രയോ കൃത്യമായിട്ടാണ് പറയുക മാത്രമല്ല ഈശോയുടെ വിശുദ്ധ വഴിയെ ധ്യാനിച്ചുകൊണ്ട് നമ്മോട് കൂടെ ആയിരിക്കുകയായിരുന്നു. ഇടയിൽ എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായിട്ട് അഭിനയ പിതാവ് പറയുക മാത്രമല്ല ജീവിതത്തിലൂടെ പ്രാർത്ഥികമായി കാണിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മനസ്സിലായ മൂന്നാമത്തെ വർഷമാണ് ഈ 5 കിലോമീറ്റർ ഒരു ക്ഷീണമില്ലാതെ അഭിനയിതാവ് ഈ വയനാടിന്റെ ശക്തമാണ്, കേരള സഭയുടെ ശക്തമാണ്. ഇതാവിനെ എല്ലാവരുടെയും പേരിൽ നമുക്ക് സന്ദേശം നൽകി നമ്മോടുകൂടെ ഈ വഴിയാത്രനായിരുന്ന എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഈ വിശിഷ്ട വഴി മുഖ്യ സ്നേഹത്തോടുകൂടി അച്ഛനെ ഓർക്കുന്നു. അതെല്ലാം കൃത്യമായി കൊടുത്തുകൊണ്ട് എല്ലാ സമയാസമയങ്ങളിൽ വെട്ടിപ്പിടിച്ചുകൊണ്ട് എല്ലാം പരിഹരിച്ച സ്നേഹമുള്ള അദ്ദേഹം പോലും സമയാസമയങ്ങളിലെല്ലാം അനുഭവിക്കുവാനും അച്ഛൻ നമ്മളെ രാത്രി കാണിച്ചു. ഒത്തിരി സ്നേഹത്തോടുകൂടി ഇതെല്ലാം പൂർണ്ണമായി പരിഹരിക്കുവാൻ നേതൃത്വപ്പെടുത്ത ജഗപ്രസിദ്ധനായ പേരിൽ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം അതിൻ്റെ കമ്മിറ്റികളെ എല്ലാവരും രജിസ്റ്റർ ചെയ്യും. ഇന്ന് വിശിഷ്ട വഴി പങ്കെടുത്ത നമ്മളിലാക്കിയ എല്ലാ വൈദിക സംഘടനകളെയും എല്ലാ അച്ഛന്മാരെയും ദിവസങ്ങളും എല്ലാ വഴികൾക്കും സ്നേഹത്തോടുകൂടി നന്ദി അറിയിക്കുന്നു. ഒപ്പം നമ്മുടെ ഈ ഒരു വിശിഷ്ട വഴിയിൽ അനുഗ്രഹമായ വിവിധ കോൺവെന്റിലുള്ള കോൺഗ്രിഗേഷൻ സ്ഥാനത്ത് നമുക്കുണ്ടായിരുന്നു. അവരെ പ്രത്യേകമായി എല്ലാവരുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. വിശിഷ്ട വഴി വിവിധ സ്ഥലങ്ങൾ ക്രമീകരിക്കാൻ എല്ലാ വ്യക്തികളെയും പ്രത്യേകിച്ച് ഓരോ സ്ഥലങ്ങളും ധ്യാനിച്ച് പ്രാർത്ഥിച്ച ഗായക സ്ഥലത്തിലെ എല്ലാവരെയും ഒപ്പം നമുക്കൊരു തിരക്കുള്ള വഴി നിർവഹിച്ചുകൊണ്ട് നിയന്ത്രിച്ചുകൊണ്ട് നമ്മളെ സഹായിച്ച വാളണ്ടിയേഴ്സിനെയും നമ്മുടെ മാനസത്വം നൽകിയ അതിൻ്റെ സാരഥികൾക്കും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ എല്ലാം ലഘൂകരിച്ചത് നമ്മുടെ സ്നേഹമുള്ള കോളേജാണ്. എത്ര തിരക്കുണ്ടെങ്കിലും ഇങ്ങനെയുള്ള എല്ലാ പരിപാടികൾക്കും കോളേജത്തെ എത്ര സാന്നിധ്യം കാണുവാൻ സാധിക്കും. അപ്പോൾ ഇടപെടുത്തി എല്ലാ നിലത്തും കൊടുത്തുകൊണ്ട് ഇതൊരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുവാൻ അഭിവേണ്ടി പിതാവ് പരിശ്രമിക്കുന്നു. തീർച്ചയായിട്ടും അതങ്ങനെ ആകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് കോളേജിൻ്റെ ശക്തമായ നേതൃത്വത്തിൻ്റെ പ്രത്യേകമായ എല്ലാവരുടെയും പേര് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ അസംഖ്യം ഇടവകയും ഇതുപോലെ തീർത്ഥാടന കേന്ദ്രമാക്കുവാൻ വേണ്ടി അഭിവേണ്ടി പിതാവ് ഒന്ന് പരിശ്രമിക്കണമെന്ന് കൂടി ഈ അത്രത്തിൽ ഞാൻ ഓർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഒപ്പം നമുക്കറിയാം നമുക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് ആളുകളാണ് മറ്റേ എല്ലാവരും ഉണ്ട്. അതുപോലെ ഇവിടുത്തെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്. പ്രത്യേകമായി നന്ദിയോട് ഓർക്കുകയാണ്. എല്ലാവരും ഒരിക്കൽ കൂടി അറിയത്തില്ല, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇതിൻ്റെ സംഘാടകർക്ക് ഒത്തിരിയേറെ ആളുകളുണ്ട്. അവരെല്ലാം മനസ്സിലോർത്തുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഒപ്പം സമാഗതമാകുന്ന ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ മുൻകൂട്ടി നേരുന്നു. വിശുദ്ധവാർത്തയിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ വിശുദ്ധ വഴിയെ പ്രാർത്ഥിച്ച് ഒരുക്കിയതുപോലെ വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. ഈശോയുടെ പരിശുദ്ധ സംരക്ഷണം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. തിരിച്ചു പോകുമ്പോൾ ബസ്സുണ്ടെന്ന കാര്യം അറിയിക്കുകയാണ്. ഒരു ബസ്സുണ്ട്, വലിയ ബസ് ഇട്ടിട്ടുണ്ട്. എല്ലാം കയറി പോകാൻ പൈസ കൊടുക്കേണ്ട, തിരക്ക് പിടിക്കുകയും അതുപോലെ ജീപ്പും ഉണ്ടെന്ന കാര്യം അറിയിക്കുന്ന വാക്കാര്യങ്ങൾ ജയിക്ക് പ്രസിദ്ധീകരിക്കുക. നമുക്കെല്ലാവർക്കും നന്ദി പറഞ്ഞ്
അസംഷൻ ഫൊറോണ വികാരി തോമസ് അച്ഛനും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഫോട്ടോഗ്രാഫേഴ്സ് തോമസ് അച്ഛൻ പൈസ എല്ലാവർക്കും നന്ദി. നമ്മൾ 2 വരിയായിട്ട് വന്നു കഴിഞ്ഞാൽ തലക്കാറാതെ പെട്ടെന്ന് കുരിശ് മുത്തിയിട്ട് പോയി കഴിഞ്ഞിരിക്കാവുന്നതാണ്. 4 ജീപ്പുണ്ട് ലോക്കലായിട്ട് നിങ്ങളുടെ ചുള്ളിയോട് ബത്തേരി ആ ഭാഗത്തൊക്കെ പോകുവാനായിട്ട്. കഞ്ഞി വെഞ്ചിരിക്കണോ? ഇപ്പം ഇത് കഴിഞ്ഞിട്ടാണ് പങ്കെടുക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. Thank you.
പാടി